Hello everyone, welcome to UPSC Previous Year Question Analysis Series. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് പൊളിറ്റിയിലെ തന്നെ പ്രിയാമ്പിൾ എന്ന് പറയുന്ന പാർട്ടിൽ നിന്നും UPSC പ്രിലിംസിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നേരത്തെ തന്നെ നമ്മൾ പ്രിയാമ്പിൾ റിലേറ്റഡ് ആയിട്ട് ഒരു സെഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അത് കാണുക. അത് കഴിഞ്ഞതിന് ശേഷം ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളൊരു സെൽഫ് അസസ്മെന്റ് ആണ് ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അതർ ദാൻ ദി ഫണ്ടമെന്റൽ റൈറ്റ് കൂടാതെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഇനി പറയുന്ന ഏതൊക്കെ ഭാഗങ്ങളിലാണ് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് 1948 പ്രൊവിഷൻസ് ഉണ്ട് എന്നുള്ളത്. ഇപ്പൊ ജനറൽ ആയിട്ട് ഇങ്ങനെ തിങ്ക് ചെയ്യുക, താഴെ പറയുന്നതിൽ ഏതിലൊക്കെയാണ് ഹ്യൂമൻ റൈറ്റ്സിന്റെ ഒരു ഡയമെൻഷൻ കാണുന്നു എന്നുള്ളതാണ്. ഇപ്പൊ പ്രിയാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ പ്രയാമ്പിളിനകത്ത് ഇപ്പോൾ സോഷ്യൽ ജസ്റ്റിസിനെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ പ്രയാമ്പിളിനകത്തും ഹ്യൂമൻ റൈറ്റ്സ് വരുന്നുണ്ട്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, അത് ഇനി വരുന്നൊരു ലെക്ചറാണ്. ബട്ട് ഇപ്പോൾ മനസ്സിലാക്കുക, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ ഹ്യൂമൻ റൈറ്റ് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ മെറ്റേണിറ്റി റിലീഫ് കൊടുക്കുക, അല്ലെങ്കിൽ ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്. അപ്പോൾ അവിടെയെല്ലാം ഒരു ഹ്യൂമൻ റൈറ്റ്സ് ആംഗിൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനകത്തും വിമനെ ബാധിക്കുന്ന എന്തെങ്കിലും പ്രാക്ടീസസ് ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റുക എന്നുള്ള കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മൂന്ന് പ്രയാമ്പിളിനകത്താണെങ്കിലും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിലാണെങ്കിലും ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിലാണെങ്കിലും ഹ്യൂമൻ റൈറ്റ്സിന്റെ ഒക്കെ ഡയമെൻഷൻസ് വരുന്നുണ്ട്. അപ്പോൾ മൂന്നും കറക്റ്റ് ആണ്. സോ ദ ആൻസർ ഇസ് ഡി. നെക്സ്റ്റ്, സോ ഇതാണ് പ്രിയാമ്പിളിന്റെ പോർഷൻ. അപ്പൊ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റിസ് പറയുന്നുണ്ട്, സോഷ്യൽ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ പറയുന്നുണ്ട്, ഇക്വാലിറ്റി ഓഫ് സ്റ്റാറ്റസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി പറയുന്നുണ്ട്. ഇതിനകത്തെല്ലാം തന്നെ ഒരു ഫണ്ടമെന്റൽ റൈറ്റിന്റെ ആംഗിൾ വരുന്നുണ്ട്. അതുപോലെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നമുക്ക് 11 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണുള്ളത്. അപ്പോൾ അതിനകത്ത് 5th പോയിന്റ് നോക്കിക്കഴിഞ്ഞാൽ വി ഹാവ് ടു റിനൗൺസ് പ്രാക്ടീസസ് ഡെറോഗേറ്ററി ടു ദ ഡിഗ്നിറ്റി ഓഫ് വിമൻ. അതിനകത്തും ഹ്യൂമൻ റൈറ്റ്സിന്റെ ആംഗിൾ വരുന്നുണ്ട്. സോ ദ ആൻസർ ഇസ് ഡി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ, ദ മൈൻഡ് ഓഫ് ദി മേക്കേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഇസ് റിഫ്ലക്റ്റഡ് ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ്? ദ പ്രിയാമ്പിൾ, ഫണ്ടമെന്റൽ റൈറ്റ്, ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, ദ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഓപ്ഷൻസിൽ നിന്നായിരിക്കണം ആൻസർ സെലക്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ പറ്റി മാത്രമേ പറയുന്നുള്ളൂ. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ആണെങ്കിലും അത് ഒരു സോഷ്യൽ ആൻഡ് എക്കണോമിക് ജസ്റ്റിസിന്റെ ഒരു ആംഗിളിൽ മാത്രം സംസാരിക്കുന്നു. ഫണ്ടമെന്റൽ റൈറ്റ് ആണെങ്കിൽ കൂടുതലായിട്ടും ഒരു പൊളിറ്റിക്കൽ ജസ്റ്റിസ് എൻഷുർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷെ പ്രിയാമ്പിളിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാം, അതായത് കോൺസ്റ്റിറ്റ്യൂഷന്റെ തന്നെ ഒരു എസൻസ് ആണ് പ്രിയാമ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മൈൻഡ് ഓഫ് ദി മേക്കേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും കാണാൻ സാധിക്കുന്നത് പ്രിയാമ്പിൾ ആണ്. ബിക്കോസ് പ്രിയാമ്പിൾ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷന്റെ തന്നെ ഒരു സമ്മറി ആണ്. അപ്പൊ ഇതിനകത്തൊരു വൈഡ് ഡയമെൻഷനിൽ പറയുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. So the correct answer is A. Again, ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള പ്രയാമ്പിളിന്റെ പോർഷനിൽ നിന്നുള്ളതാണ്. അപ്പോൾ പ്രയാമ്പിൾ എന്ന് പറയുന്നത് തന്നെ ദ ഇൻട്രോ ആൻഡ് പ്രിഫൈസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷന്റെ സമ്മറി അല്ലെങ്കിൽ എസൻസ് ആണ് പ്രയാമ്പിളിൽ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രയാമ്പിളിനകത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സിന്റെ മൈൻഡ് എന്ന് പറയുന്നതും കൂടുതൽ കാണാൻ സാധിക്കുന്നത് പ്രയാമ്പിളിലാണ്. നെക്സ്റ്റ് 2017 എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഒബ്ജക്റ്റീവ് ഇസ് നോട്ട് എംബോഡീഡ് ഇൻ ദി പ്രിയാമ്പിൾ ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ? അപ്പം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിൾ എന്ന് പറയുന്നത് ബൈ ഹാർട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. ബിക്കോസ് അതിനകത്തു നിന്നുള്ള ഓരോ വേർഡും നമുക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാം. അപ്പോൾ ഇതൊന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് ഏതാണ് പ്രിയാമ്പിളിനകത്ത് പറയാത്തത്? ഓപ്ഷൻസ് നോക്കുക. ലിബർട്ടി ഓഫ് തോട്ട്, എക്കണോമിക് ലിബർട്ടി, ലിബർട്ടി ഓഫ് എക്സ്പ്രഷൻ, ലിബർട്ടി ഓഫ് ബിലീഫ്. അപ്പോൾ ഇത് പ്രിയാമ്പിള് വായിച്ചവർക്കായിരിക്കും കൂടുതൽ പെട്ടെന്ന് ആൻസർ ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പൊ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ലിബർട്ടി ഓഫ് തോട്ട്, ലിബർട്ടി ഓഫ് എക്സ്പ്രഷൻ, ബിലീഫ്, ഫെയ്ത്ത് ആൻഡ് വർഷിപ്പ് എന്ന് പ്രിയാമ്പിളിൽ പറഞ്ഞിട്ടുണ്ട്. ബട്ട് മറ്റേതിനകത്ത് കറക്റ്റ് ആയിട്ട് ലിബർട്ടി ഓഫ് തോട്ട്, എക്സ്പ്രഷൻ, ബിലീഫ്, ഫെയ്ത്ത് ആൻഡ് വർഷിപ്പ് ആണ്. അതല്ലാതെ ഒരു എക്കണോമിക് ലിബർട്ടി എന്ന് പറയുന്നത് കൊടുത്തിട്ടില്ല. സോ ദ ആൻസർ ഇസ് 3D. ഇനി 4th വൺ നോക്കിക്കഴിഞ്ഞാൽ എക്കണോമിക് ജസ്റ്റിസ്. ഇറ്റ് ഈസ് വൺ ഓഫ് ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ഒബ്ജക്റ്റീവ് ആണ് എക്കണോമിക് ജസ്റ്റിസ് എന്ന് പറയുന്നത്. അത് ഏതിനകത്താണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്? പ്രിയാമ്പിളിനകത്ത് നമ്മൾ എക്കണോമിക് ജസ്റ്റിസിനെ പറ്റി പറയുന്നുണ്ട്. ജസ്റ്റിസ് എന്ന് പറയുമ്പോൾ അതിൽ സോഷ്യൽ എക്കണോമിക് ജസ്റ്റിസ് ആണ് പറയുന്നത്. അപ്പോൾ എക്കണോമിക് ജസ്റ്റിസ് ഏതിനകത്തൊക്കെയാണെന്ന് നോക്കാം. ഓപ്ഷൻസിൽ നിന്ന് തന്നെ ആയിരിക്കണം, ഒരു വൈഡ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്. നമുക്ക് ഡി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം. ഒൺലി ഇൻ പ്രിയാമ്പിൾ. പ്രിയാമ്പിളിനെ മാത്രമായിരിക്കില്ല, വേറെ ഏതെങ്കിലുമൊക്കെ ഭാഗങ്ങളിൽ പറഞ്ഞിട്ടുണ്ടാവും.
സി ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ പ്രിയാമ്പിൾ ആൻഡ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. പ്രിയാമ്പിളിൽ എന്തായാലും ഉണ്ടായിരിക്കണം. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്നത് മുന്നോട്ട് വയ്ക്കുന്നത് സോഷ്യൽ ആൻഡ് എക്കണോമിക് ജസ്റ്റിസ് ആണ്. അപ്പോൾ സി നമുക്ക് മാറ്റിവെക്കാം. ഇനി ബി അനലൈസ് ചെയ്യാം. ബിയിൽ ഫണ്ടമെന്റൽ റൈറ്റ്സും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയുമാണ്. ഫണ്ടമെന്റൽ റൈറ്റ് മുന്നോട്ട് വയ്ക്കുന്നത് ഒരു പൊളിറ്റിക്കൽ ജസ്റ്റിസിനെയാണ്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി സോഷ്യൽ ആൻഡ് എക്കണോമിക് ജസ്റ്റിസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതും കറക്റ്റ് ആണ്. പക്ഷെ ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ളത് സി ആണ്. ബിക്കോസ് സിയിൽ പ്രിയാമ്പിൾ എന്ന് പറയുന്ന ഒരു ഇതുകൂടിയുണ്ട്. കാരണം പ്രിയാമ്പിൾ എന്ന് പറയുന്നത് സമ്മറി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പോൾ എല്ലാത്തിൻ്റെയും ഒരു എസൻസ് പ്രിയാമ്പിളിനകത്താണ്. അപ്പോൾ ഓപ്ഷൻ സിന്ന് പ്രിയാമ്പിൾ വരുന്ന ഒരു സാധനമായിരിക്കണം നമ്മൾ പിക്ക് ചെയ്യേണ്ടത്. അപ്പം ബി നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. എക്കകത്തും പ്രിയാമ്പിൾ വരുന്നുണ്ട്. പക്ഷെ പ്രിയാമ്പിളിൻ്റെ കൂടെ വരുന്നത് ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. ഫണ്ടമെന്റൽ റൈറ്റ് നമുക്കറിയാം പൊളിറ്റിക്കൽ ജസ്റ്റിസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് എയും എലിമിനേറ്റ് ചെയ്യാം. സോ കറക്റ്റ് ആൻസർ ഇസ് സി, പ്രിയാമ്പിൾ ആൻഡ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. സോ ദ ആൻസർ ഇസ് സി. ഇനി ഫിഫ്ത്ത് വൺ ഓൾസോ ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 2021 ചോദിച്ചിട്ടുള്ളതാണ്. വാട്ട് വാസ് ദി എക്സാക്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് ഓഫ് ഇന്ത്യ ഓൺ 26th January 1950? 1950 26th January കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റാറ്റസ് എന്തായിരുന്നു? അന്ന് എന്തൊക്കെയായിരുന്നു കോൺസെപ്റ്റുകളാണ് നമ്മുടെ പ്രിയാമ്പിളിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പ്രിയാമ്പിൾ ഒരിക്കൽ അമെൻഡ് ചെയ്തിട്ടുണ്ട്. 42ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് വെച്ചിട്ടാണ് അത് അമെൻഡ് ചെയ്തിട്ടുള്ളത് പ്രിയാമ്പിൾ. അങ്ങനെ അമെൻഡ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ 3 കോൺസെപ്റ്റുകളാണ് ആഡ് ചെയ്തിട്ടുള്ളത്: സോഷ്യലിസ്റ്റ്, സെക്യുലർ ആൻഡ് ഇൻറ്റഗ്രിറ്റി. അപ്പോൾ അത് വരുന്നത് 1942 കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് ആണ്. അത് 1970s വരുന്നത്. അപ്പോൾ 1950s ആ 3 കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് സോഷ്യലിസ്റ്റ്, സെക്യുലർ വരുന്ന ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സി എലിമിനേറ്റ് ചെയ്തു. ബിക്കോസ് സിയിൽ സെക്യുലർ വരുന്നുണ്ട്, ഡിക്കകത്ത് സോഷ്യലിസ്റ്റ്, സെക്യുലർ വരുന്നുണ്ട്. ഇത് സിയും ഡിയും എലിമിനേറ്റ് ചെയ്യാം. പിന്നെ വരുന്നത് സോവറീൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. ഇത് 3ഉം കോൺസ്റ്റിറ്റ്യൂഷൻ ഇനാക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ, അതായത് 1950 തന്നെ ഉണ്ടായിരുന്ന കോൺസെപ്റ്റുകൾ, ഡയറക്റ്റ്ലി എക്സ്പ്ലിസിറ്റ്ലി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. സോ ദ ആൻസർ ഇസ് എ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് പ്രിയാമ്പിൾ എന്ന് പറയുന്ന ഒരു പോർഷനിൽ നിന്ന് വന്നിട്ടുള്ളത്. നിങ്ങളുടെ സജഷൻസ് കമൻസ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യുക. അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ഹാപ്പി ലേണിംഗ്.